ഹലോ ഗൈസ്, മൈസെൽഫ് അജിത് ഫ്രം കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും നീറ്റ് 2021 റിസൾട്ടൊക്കെ വന്നിട്ട് ആ റിസൾട്ട് എല്ലാം കേട്ടിട്ട് കുറേ പേര് ഭയങ്കര ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് സീറ്റ് കിട്ടിയതിൻ്റെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുറേ പേര് ഇതിലും സ്ട്രോങ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് നീറ്റ് 2022 കൊടുക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങൾ ഇത്തവണ നമ്മുടെ ഡോപ്പയുടെ ഫസ്റ്റ് ഇയർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ഇയർ ആണ് നമ്മുടെ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നത്. ഒരു ഫസ്റ്റ് ഇയർ ടൈം തന്നെ വളരെ നല്ല റിസൾട്ട്സ് ആണ് നമ്മുടെ ഡോപ്പയുടെ സ്റ്റുഡൻസിൽ എല്ലാവർക്കും ഉള്ളത്, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതിൽ വളരെ പെക്യൂലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം, ഷുവർ ഷോട്ട് 60 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഇയർ നമ്മുടെ ഡോപ്പ വന്ന കൊല്ലം തന്നെ കണ്ടക്ട് ചെയ്ത ഷുവർ ഷോട്ട് 60 എന്ന് പറഞ്ഞിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമിനേഷനിലൂടെ വന്ന ഒരുപാട് പേർക്ക് വളരെ നല്ല റിസൾട്ടാണ് നീറ്റ് 2021 അപ്പോൾ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും, നമ്മൾ റീസെൻ്റ്ലി ഷുവർ ഷോട്ട് 60 എക്സാമിനേഷൻ ഇക്കൊല്ലത്തെ വീണ്ടും അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് പറയാനാണ് ഞാനും നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഷുവർ ഷോട്ട് 60 എക്സാമിനേഷൻ നമ്മൾ 2 കാറ്റഗറിയിലാണ് നടത്തുന്നത്, കാറ്റഗറി 1ഉം കാറ്റഗറി 2ഉം. അപ്പോൾ കാറ്റഗറി 1 ആർക്ക് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? കാറ്റഗറി 1 എന്ന് പറഞ്ഞത് ഇപ്പോൾ 10th കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് കാറ്റഗറി 1 എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഓട്ടോമാറ്റിക്കലി 10th പോർഷൻസ് ആയിരിക്കും ഇതിൻ്റെ സിലബസ്. ഇത് എഴുതി നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് വഴി അഡ്മിഷൻ എടുക്കുന്ന കോഴ്സുകളിലോട്ടാണ് താല്പര്യമെങ്കിൽ 10th കഴിഞ്ഞൊരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ട എക്സാമിനേഷൻ കാറ്റഗറി 1 എക്സാമിനേഷനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ 12th കഴിഞ്ഞ ഇപ്പോൾ നീറ്റ് 2022 എഴുതാൻ പോകുന്ന ആൾക്കാർ അല്ലേ, ഇപ്പോൾ 12th ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ 12th കഴിഞ്ഞ് ഇപ്പോൾ റിപ്പീറ്റോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എഴുതുന്ന ഡോപ്പ ഷുവർ ഷോട്ട് എക്സാമിനേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി 2 എക്സാമിനേഷനാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11th സ്റ്റാൻഡേർഡിൻ്റെ പോർഷൻസ് ആയിരിക്കും ഷുവർ ഷോട്ട് 60 കാറ്റഗറി 2 വരുന്നത്. അപ്പോൾ ഈ എക്സാമിനേഷൻ നിങ്ങൾക്ക് ഓൾ കേരള, പാൻ ഇന്ത്യ വരുന്ന സ്റ്റുഡൻസ് ആണ് ഈ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമിനേഷൻ്റെ പ്രൈമറി ബെനിഫിറ്റ് എന്താ? നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ വെച്ചിട്ട് എക്സാക്ട്ലി എവിടെയാണ് നിങ്ങളുടെ പൊസിഷൻ എന്ന് നിങ്ങൾക്ക് ഒരു സെൽഫ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സാമിനേഷനോട് നിങ്ങൾക്ക് പറ്റും. അതിന് പുറമെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 2 കാറ്റഗറിയിലും ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന 60 ജെംസിനെ നമ്മൾ ഡോപ്പ സെലക്ട് ചെയ്ത് അവർക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഡോപ്പയുടെ കോഴ്സ് അവൈലബിൾ ആയിരിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് ഡോക്ടേഴ്സ്, ആക്ച്വലി നീറ്റ് എക്സാമിനേഷൻ ക്രാക്ക് ചെയ്ത് വന്ന ഡോക്ടേഴ്സാണ് ഡോപ്പയുടെ ടീം. അവരാണ് നിങ്ങളെ നീറ്റ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് പുറമെ 1-to-1 മെൻറ്റർഷിപ്പ് ലാസ്റ്റ് 2-3 ഇയേഴ്സിൽ നീറ്റ് എക്സാമിനേഷൻ ഫ്ലൈയിങ് കളേഴ്സോടെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞ ഡോക്ടേഴ്സ് ആക്ച്വലി നിങ്ങൾക്ക് 1-to-1 മെൻറ്റർഷിപ്പ്, നമ്മുടെ ടിപ്സ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ ചെയ്താലാണ് നമുക്ക് എക്സാമിനേഷൻ ഏസ് ചെയ്യാൻ പറ്റുക. സോ യുൽ ഗെറ്റ് എവറിത്തിങ്. അപ്പോൾ ഈ സെലക്ട് ചെയ്യുന്ന 60 ആൾക്കാർക്ക് ഫ്രം ബോത്ത് കാറ്റഗറീസ്, കാറ്റഗറി 1 ആൻഡ് കാറ്റഗറി 2, നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആയിരിക്കും. അതിന് പുറമെ 180 സ്റ്റുഡൻസ് ഫ്രം ഈച്ച് കാറ്റഗറി സ്കോളർഷിപ്പ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡോപ്പയുടെ കോഴ്സുകൾ ലഭിക്കും. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യുക, നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും എക്സാമിന് രജിസ്റ്റർ ചെയ്യുക. ഷുവർ ഷോട്ട് 60 കാറ്റഗറി 1 and 2 രജിസ്ട്രേഷൻ ലിങ്ക്സ് താഴെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും എക്സാമിന് രജിസ്റ്റർ ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും കൂടിയും പൊളിക്കാം അല്ലെ? നിങ്ങളെ എല്ലാവരെയും ഗൈഡ് ചെയ്ത് നിങ്ങളുടെ എയിമിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡോപ്പയുടെ പ്രൈമറി ആയിട്ടുള്ള എയിം. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ് ഗൈസ്, സീ യു അഗൈൻ.